ഏട്ടത്തി വന്ന പോലെ ഇരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? എന്താ പറയാനുണ്ടെന്ന് ഇങ്ങനെ വന്നിരുന്ന് എനിക്കറിയാൻ പറ്റും. എന്താ ഏട്ടത്തി? ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞാലും എനിക്കറിയാമോ? ഞാൻ എന്തോന്ന് പറയാനാണ്. ഈ ലൈഫ് എനിക്ക് ഒട്ടും ഹാപ്പി ആയില്ല. ഇന്ന് ചേട്ടനോട് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. വഴക്കൊന്നുമില്ല. എന്തോ എനിക്ക് അത്ര ഹാപ്പി ആയിട്ട് തോന്നുന്നില്ല. ഹാപ്പി ആയിട്ട് തോന്നുന്നില്ല, ഹാപ്പി ആയിട്ട് തോന്നുന്ന എന്താണെന്ന് പറയട്ടെ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് എന്നെ വിളിച്ചു. ഇങ്ങനെ കാര്യം പറഞ്ഞാലേ എനിക്ക് എത്തിയാൻ പറ്റൂ. ഞാൻ സെക്ഷലി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എന്തോ സെക്ഷലി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ചേട്ടാ അങ്ങനെ വരാറുണ്ട്. ചെയ്യാറുണ്ട്. ഇപ്പോഴും വരാറുണ്ട്. അതൊന്നും അല്ലടാ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? എന്റെ ഒരു ഫാന്റസിക്ക് അനുസരിച്ച് നിന്റെ ചേട്ടൻ വരുന്നില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, വീഡിയോ ആയിട്ട് കാണിച്ചു, എന്നിട്ടും അതിലോട്ട് മാത്രം വരുന്നില്ല. എന്ത് വീഡിയോ? അല്ല എനിക്ക് എന്ത് എനിക്ക് മനസ്സിലാവില്ല. എന്താന്ന് പറഞ്ഞാൽ എനിക്കറിയാം. എടാ വീഡിയോസ്. ഏട്ടത്തി ബീഡീസിന്റെ ഓറാണ്. അതാണോ ഇപ്പോഴത്തെ വിഷയം? അതല്ലേ ഇപ്പോഴത്തെ വിഷയം. അതന്നെ ഇപ്പോഴത്തെ വിഷയം. എടാ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. പുള്ളിയുടെ എല്ലാം പറയണുണ്ട്, എല്ലാം പുള്ളി ചെയ്യും. പക്ഷെ എന്റെ ഫാന്റസിക്കൊത്ത് മാത്രം പുള്ളി വരില്ല. എനിക്കതിന്റെ അസ്വസ്ഥതകൾ ഒരുപാട് എന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ ഒന്നും എനിക്കറിയാം, എനിക്ക് ആ ഒരു ഫാന്റസി എനിക്ക് വേണം. എനിക്കും ഇല്ലടാ ഒരു ഹാപ്പിനെസ്. അത് പുള്ളി മനസ്സിലാക്കണം. എന്റെ ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കാൻ കൂടി ഒരിക്കലും ശ്രമിക്കണം. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ അല്ല ഏട്ടത്തിക്കത് വേണമെന്ന് ഞാനിപ്പോ ഏട്ടത്തി സംസാരിച്ചിട്ട് ചേട്ടൻ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നില്ല. എനിക്ക് പറഞ്ഞു നോക്കണമെന്നാണ് ചേട്ടത്തി ഉദ്ദേശിച്ചത്. എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തേ ഏൽപ്പിക്കാം? ഏട്ടത്തി പറഞ്ഞാൽ ഏൽപ്പിക്കാം. നിനക്ക് ചെയ്യാൻ പറ്റും. സെക്സ് എന്നെ അല്ലാതാരെ എന്നെ തന്നെ. പറ്റോ ഇല്ലേ? മയിലാണ്. നിനക്ക് പറ്റോ ഇല്ലേ? എടാ മൈര, നിനക്ക് BDSM സെക്സ് ചെയ്യാൻ പറ്റി.